പത്തുലു, ദേ കണ്ടില്ലേ കാർ ഷോറൂം? വരൂ, ചെന്ന് കാർ നോക്കാം. ഹലോ സേഴ്സ്, ഐ ആം ഹരി. മോട്ടു, ഇത് പത്തുലു, പിന്നെ ഇതെന്റെ കൂട്ടുകാരനുമാണ്. ഓ, യു ഫ്രം ഇന്ത്യ? യെസ് യെസ്, വി ആർ ഫ്രം ഇന്ത്യ. ഞങ്ങൾ യൂറോ ട്രിപ്പിന് വന്നതാണ്. ഓഹോ, ഐ ആം ഓൾസോ ഫ്രം ഇന്ത്യ, ഫ്രം പഞ്ചാബ്. ഭലെ ഭലെ ഭലെ. വിച്ച് കാർ യു വാണ്ട് ടു ബൈ? നോ നോ നോ, ഞങ്ങള് വെറുതെ ഇവിടെയൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ കാറ് വാങ്ങാൻ വേണ്ടി ഒന്നും വന്നതല്ല. ആട്ടെ, കാറ് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക്? കാർ ബിസിനസ് വളരെ മോശമാണ് സാർ. കാർ സെയിൽ വളരെ കുറവായിട്ടാണ് നടക്കുന്നത്. അല്ല, വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ടിരുന്നാ നിങ്ങൾക്ക് കച്ചവടം വല്ലതും നടക്കുവോ? പിന്നെ എങ്ങനെയാ ബിസിനസ് നടത്തേണ്ടത്? നിങ്ങൾ തന്നെ പറഞ്ഞതായോ? ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടോളൂ. ദേ, എല്ലാവരും വരൂ, കാറ് വാങ്ങിച്ചോളൂ, കാറ് വാങ്ങിച്ചോളൂ. നല്ല ചുമപ്പും പച്ചയും നീലയും കളറുള്ള കാർ. നിങ്ങൾ എന്ത് ചോദിക്കുന്നു ആ കളറിലുള്ള കാർ. എന്താ ഈ കാണിക്കുന്നത്? ഇതെന്താ പച്ചക്കറി വിൽക്കുകയാണോ നിങ്ങൾ? എന്റെ ജോലി പോകുന്ന കാര്യമാ. ആരെങ്കിലും കാർ ഇങ്ങനെയൊക്കെ വിൽക്കുവോ? അല്ല, നിങ്ങളുടെ പ്രോബ്ലം എന്തുവാണ്? ആരെങ്കിലും ഒരാൾ ഉള്ളിൽ വരുമല്ലോ. Hi everybody, I'm looking for a new car. കണ്ടില്ലേ, വന്നില്ലേ പുതിയ കസ്റ്റമർ? ഞാൻ വിളിച്ചത് കൊണ്ട് മാത്രം വന്നതാണ്. ലെറ്റ് മീ ഹാൻഡിൽ ഹിം. നിങ്ങൾക്ക് കാറിനെ പറ്റി വല്ലതും അറിയാവോ? വല്ല പരിചയമുണ്ടോ? എല്ലാം അറിയാം. വെയിറ്റ് ആൻഡ് വാച്ച്, ഞാൻ ഡീൽ ചെയ്തോളാം. ഹായ്, ഐ ആം മോട്ടു. പറഞ്ഞോളൂ സാറേ, നിങ്ങൾക്ക് എങ്ങനെയുള്ള കാറാണ് വേണ്ടത്? Hi, I am Eddie. യെസ് മിസ്റ്റർ എഡി, വരൂ, ഞാൻ നിങ്ങൾക്ക് കാറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും തരാം. വരൂ വരൂ. ഈ കാർ വളരെ സ്ട്രോങ് ആണ്, വളരെ വേഗത്തിലും ഓടുന്നതാണ്, ഒരിക്കലും പൊട്ടില്ല. പെട്രോൾ കുറച്ച് മാത്രമേ ചിലവാവൂ, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഓഹോ, I like this car. ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഈ കാർ ഒറ്റയ്ക്ക് ഓടിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ എന്റെ ചെക്ക് തന്നിട്ട് പോവാം. എത്ര കോടിയാണ് എഴുതേണ്ടത്? വെറും 1.5 ലക്ഷം മാത്രം മതി. ഓക്കെ ഓക്കെ, ഇന്ന് വാങ്ങിച്ചോളൂ. ആഹാ, ഒരുപാട് സമയമായല്ലോ. ഇനിയും കാറുമായിട്ട് അയാൾ തിരിച്ചു വന്നില്ലല്ലോ. അയാൾക്ക് എന്തിനാ കാറ് കൊടുത്തത്? അയാളുടെ കൂടെ ആരെങ്കിലും പോകണമായിരുന്നില്ലേ? പക്ഷെ അയാളല്ലേ തനിച്ച് ഓടിച്ചിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞത്. പേടിക്കണ്ട, ഞാൻ അയാളുടെ അടുത്ത് ചെക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ ജോലി പോയത് തന്നെ. ഞാൻ എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ഈ ചെക്ക് ഒരിക്കലും പാസ്സാകില്ല. അയാൾ തിരിച്ചു വരാനും പോകുന്നില്ല. ഞാൻ എവിടെങ്കിലും പോയി ഓടി രക്ഷപ്പെടട്ടെ. കാർ കള്ളനോ? നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ അവനെ പിടിച്ചു തന്നിരിക്കും. കാരണം ഞങ്ങളുടെ കൂടെ ചിങ്കം സാർ ഉണ്ട്. ചിങ്കം സാർ, എന്നാ കേട്ടോ, The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. ചാർജ്. എന്ത്? എന്റെ കാർ ഇവന്മാർ എടുത്തോണ്ട് പോവുകയാണല്ലോ. ഹായ്, ഇത് കണ്ടോ? നല്ല തിളങ്ങുന്ന ബ്രാൻഡ് ന്യൂ കാർ. പക്ഷേ ഡോക്യുമെന്റ്സും പേപ്പറൊന്നും എന്റെ കയ്യിലില്ല. ഓ, ഡോണ്ട് വറി, ഡോണ്ട് വറി. പേപ്പറിന്റെ കാര്യമൊക്കെ ഞാനായി. ബൈ 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 ബൈ. Waiter, one coffee. Oh no, ഇവന്മാർ ഇവിടെ എത്തിയോ? പത്തുലു, ഞാൻ വാഷ്റൂം വരെ പോയിട്ട് വരാം. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ. ഓക്കെ. എന്റെ അമ്മോ, വളരെ അർജന്റ് ആണല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ? താൻ എനിക്ക് എന്ത് കാറോടെ തന്നത്? 10 കിലോമീറ്റർ മുമ്പ് തന്നെ കാറ് വഴിക്ക് വെച്ച് നിന്നു. എന്റെ മോൾക്ക് എക്സാമിന് പോണെന്ന് പറഞ്ഞതാ. അവൾക്ക് അതിന് പോകാൻ പറ്റിയില്ല. അവൾ എന്തായാലും ഫെയിൽ ആകും. നിങ്ങളെ ആ കാർ എടുത്തോണ്ട് പോയിക്കോളൂ, ഞങ്ങളാണ് അത് ഓടിച്ചോണ്ട് വന്നത്. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. എന്റെ മോൾക്ക് ഇനി എന്തായാലും എക്സാം എഴുതാൻ പറ്റും. താങ്ക് യു സോ മച്ച്. പക്ഷേ നിങ്ങളുടെ വീട് എവിടെയാണ്?
10 കിലോമീറ്ററിന് അപ്പുറത്ത് ഒരു വലിയ ബംഗ്ലാവ് ഉണ്ട്, അതാണ് എന്റെ വീട്. നിങ്ങൾക്ക് അവിടെ വന്ന് ഈ കാർ എടുത്തോണ്ട് പോകാം. കീ പ്ലീസ്. ഇന്ന് താങ്ക് വെച്ചോളൂ. യു സോ മച്ച് സർ, താങ്ക് യു. ബൈ ബൈ. ആരാ കാർ എടുത്തോണ്ട് പോയത്? പത്ലു, ഇന്ന് ഞാൻ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. എന്റെ മോട്ടു എന്ത് പണിയാ നീ ചെയ്തത്? പത്ലു, നമ്മളൊക്കെ ആവശ്യമില്ലാതെ വിഷമിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മളെക്കാൾ ഒരുപാട് വിഷമിച്ചോണ്ടിരുന്നത് അയാളായിരുന്നു. അയാളുടെ മോൾക്ക് എക്സാം മാത്രേ. നമ്മൾ ഒരാൾക്ക് കാറ് കൊടുത്തില്ലേ, അത് 10 കിലോമീറ്ററിൽ നിന്ന് പോയത്രേ. റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടത്രേ. മോട്ടു, എന്നിട്ട് ആ ആളെവിടെ? അതുകൊണ്ട് ഞാനാണ് അവന് നമ്മുടെ കാറ് കൊടുത്തയച്ചത്. അവന്റെ മോളെ അവനെ എക്സാമിന് കൃത്യസമയത്ത് കൊണ്ടുപോയി വിടണ്ടേ? എന്ത് മോട്ടു, നീ എന്താ ചെയ്തത്? അയാള് നിന്നെ വിഡ്ഢിയാക്കിയിട്ട് ഈ കാറും അടിച്ചോണ്ട് പോയതാ. മോട്ടു, എവിടെയാണ് എന്റെ കാറ്? അതെ, ആ ചെക്കിൽ എഴുതിയത് കണ്ടില്ലായിരുന്നോ? കാർ കള്ളെന്നല്ല എഴുതിയിരുന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടാമത്തെ കാർ അവൻ കൊണ്ടുപോയി കളഞ്ഞു. എന്ത്? നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ടെന്നേ, ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു തരാം. അയ്യോ, ഞാനാകെ തകർന്നല്ലോ. ഒരു ദിവസം തന്നെ 2 കാറാണല്ലോ പോയത്. ഐഡിയ. മോട്ടു, വേഗം വാ. ഈ ബൈക്ക് കൊണ്ട് നമുക്ക് അവനെ പിടിക്കാം. വേണ്ട വേണ്ട, ഇനിയിപ്പൊ ഇതും എടുത്തോണ്ട് പോവാൻ പോവുകയാണോ? അതെ അതെ, ഞങ്ങൾ ആ കാർ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. Ready? Let's go. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നത്? വേഗം വാ. അതെ, എന്റെ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ലെന്നേ. വേഗം ഇതിന്റെ ബാക്കിൽ ഇരിക്കാൻ നോക്ക്. ഹാ, അത് ശരിയാണ്. പോട്ടെ. ഞാൻ ഇരുന്നിട്ടില്ല, എന്നെയും കൂട്ടിക്കൊണ്ടു പോകൂ. വേഗം അവന്മാരെ പിന്തുടരേ. എന്റെ അമ്മോ. പൊളിച്ചെടുത്തല്ല മമ്മി. മമ്മി. എന്റെ അമ്മോ. നടക്കുന്നേ, നടക്കുന്നേ. ഡോക്ടർ ജഡ്കെ എവിടെ പോയി? എന്റെ ചങ്കേ, എന്റെ ബ്രോ, ഞാനിതാ എത്തി. നിങ്ങളുടെ കയ്യിൽ ഈ ഹെൽമെറ്റ് ഉണ്ടായിട്ടാണോ ഞങ്ങൾ ഇങ്ങനെ ഓടിച്ചത്? പറ വലിയേട്ടാ. ഇല്ല മോട്ടു, ഇന്ന് എന്റെ കയ്യിൽ ഒരു ഹെൽമെറ്റേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാ ഇത് നീ വെച്ചോ. ഏയ്ഷ്. കാർ കള്ള എടിച്ചേട്ടാ, ഇത് എങ്ങോട്ടാ പോകുന്നത്? താങ്ക് യു ജി, മോട്ടു ജി, വളരെ താങ്ക്സ്. ഒരു കാർ കിട്ടിയെങ്കിൽ അടുത്ത കാറും തീർച്ചയായും കിട്ടും. ഫേമസ് ആയ കാർ മോഷ്ടാവാണ് എഡി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഇവനെ പിടികൂടി ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് ചെയ്തു തന്നത്. ഇതുവരെ ഇവർ ഇതുപോലെ ഒരുപാട് കാർ മോഷ്ടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ ഒരാളെ പിടികൂടുന്നത്. ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാ ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ മോട്ടു. ഞങ്ങളെ വന്ന് കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ പക്കല് കാറൊന്നും ഇല്ലല്ലോ. പിന്നെ താൻ എന്തുവാണോ മോഷ്ടിക്കുക? Watch India's largest kids library only on Jio Hotstar. Download the app now.